നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണമുള്ളത്? ആരെങ്കിലും ദ്രോഹിച്ചിട്ട് ആ സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ഒരിക്കലും ഒരാളെ ഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു മാറി നിൽക്കും തന്നെ തോന്നുന്നു. അദ്ദേഹം അങ്ങനെ വെറും വാക്ക് പറയും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ വെറും വാക്കാക്കാനും പറ്റില്ല. പക്ഷെ അദ്ദേഹം അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതിൻ്റെ കാരണം ഭരണം കിട്ടും എന്ന് തന്നെയാണ്. റിനി ആൻഡ് ജോർജ്, രാഹുൽ മാങ്കൂട്ടം എന്നൊരു നല്ലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നശിപ്പിച്ച മഹാനടി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇപ്പോൾ ഇവർ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ, റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, റിനിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് നല്ല അഭിപ്രായമാണോ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് റിനിയെ പറ്റിയിട്ട്, നിങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിന് ശേഷം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ റിനിയെ പറ്റിയിട്ട് കുറച്ച് വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ 12 മണി സീക്രട്ട് ചാറ്റിൻ്റെ അതിനൊക്കെ ശേഷം ഇവർ മാളത്തേക്ക് കയറി വിളിച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ ഇലക്ഷൻ്റെ സമയത്താണ് വീണ്ടും രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പം രംഗത്ത് വന്നിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ മഹാനടി റിനിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം. ഇവർക്ക് കുറേ ന്യായീകരണവും എഴുകലൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. റിനിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ റിനി അഭിനയിച്ചിട്ടുള്ള സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേ, എനിക്കൊന്ന് കാണാൻ. കാരണം ഇവർ നടി എന്ന് പറയുന്നത് ഇന്ന് വരെ ഞാനെവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഏത് വകയിലെ നടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും യുവ നടി എന്നാണ് പറയുന്നത്. എന്നാലും അവർ ബാക്കി ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കൊടുന്ന് കണ്ടുനോക്കാം. രാഷ്ട്രീയത്തിൽ നിന്നൊരു കോള് വന്നാൽ റിനി പോകുമോ? പോകാൻ സാധ്യത ഈ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കുമ്പോൾ കുറവാണ്. എനിക്ക് ഇഷ്ടമാണ് രാഷ്ട്രീയം, ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന പല കാര്യങ്ങളോടും ഒരു യോജിപ്പുറവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും അങ്ങ് സപ്പോർട്ട് ചെയ്ത് പറയേണ്ടി വരും. അതിനോട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സസിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നതിനോട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല് ജസ്റ്റ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു സ്റ്റൈലിൽ ഡ്രസ്സ് ചെയ്യുക, അതിനോടൊന്നും യോജിക്കുന്ന ഒരു ആളല്ല. അതായത് എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഇങ്ങനെ വിനയോ അഭിനയിക്കുക, ഒരു സാരിയും കുറേ ഫുൾ കൈ ബ്ലൗസൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ, അതെനിക്ക് ഇഷ്ടമില്ല. ഞാനായിട്ട് തന്നെ നിന്നുകൊണ്ട് എന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ജയിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി റിനി എന്ത് ചെയ്യും? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് സ്ത്രീകൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് സ്ത്രീകളെ ഏതെങ്കിലും രീതിയിലൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് സഭയിൽ അവതരിപ്പിക്കാൻ പറ്റും, മീൻസ് പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പൊ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അടുത്തത് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കൂൾസ്, അതുപോലെ ആശുപത്രികൾ, അങ്ങനെയൊക്കെ നമുക്കൊരു മണ്ഡലം, ഏത് മണ്ഡലമാണോ അതിനനുസരിച്ചല്ലേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള വികസനങ്ങൾ, കാര്യങ്ങൾ, ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജനപ്രതിനിധിയെ ആത്മാർത്ഥമായിട്ട് ഒലക്കയുടെ മൂഡ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. അതാണ് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കണ്ടത്. ഏതെങ്കിലും പാർട്ടിക്കാർ വിളിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കള്ളക്കേസുമായിട്ട് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ഏതെങ്കിലും ചാനലിൻ്റെ മുമ്പിൽ കയറി നിന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്ന അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് നല്ല ഭാവിയുണ്ട്. ആ ഒരു ഭാവി രാഷ്ട്രീയത്തിലുണ്ട്. വേറെ പട്ടപൂജ എന്നാണെങ്കിൽ പറയാം. പിന്നെ ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒലക്ക ഉണ്ടാക്കും. ഈ ഒരു വിഷയം ഇവർ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ട് ഇവർ അന്ന് പോയ പോക്കാം അല്ലേ. പിന്നെ എപ്പോഴും കണ്ട തല പൊക്കിയപ്പോഴത്തേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും ഇവരെ പിടിച്ച് എയറിലോട്ട് കയറ്റി വിട്ടു. പിന്നെയും മുങ്ങി. പിന്നെ അതിനുശേഷം ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ 4 പേര് കാണുമല്ലോ, എന്നാൽ ഒരു ഇൻ്റർവ്യൂ കൂടെ കൊടുത്ത് കളയാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തോ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇവർ ഇന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പേര് പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് പേര് പറയുന്നില്ല? കേസ് എന്നല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇന്ന് വരെ നിങ്ങൾ നാവ് കൊണ്ട് സംസാരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് സംസാരിച്ചിട്ടില്ല?
ആദ്യം നിങ്ങൾ നട്ടല് നിവർത്തി ഒന്ന് നിൽക്കാൻ പിടിക്കുക, എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വാ. രാഷ്ട്രീയമൊക്കെ നട്ടലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒളിച്ച് മാളത്തിൽ പോയി ഇരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, അതിന് ഇപ്പം ഈ ഒരു വിഷയത്തിന് ശേഷം എന്തോ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒറിജിനലായിട്ടുള്ള യാഥാർത്ഥ്യമുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ഇത് ഒരിക്കലും സ്ത്രീകൾക്ക് എതിരെ എന്ന് പറയാൻ പറ്റത്തില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നിട്ടുള്ളൊരു സംഭവം. സ്ത്രീകൾക്കെതിരെ അതിനുശേഷം എന്തോ ഒരു സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിച്ച് ഓരോ കേസുകൾ നമ്മൾ കണ്ടതാണ്. എന്തിനു പറയുന്നു, മറ്റേ പുള്ളിയുടെ മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടല്ലോ, അവൻ ഒരു 16 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൂട്ടിയ വേലകൾ. അപ്പം ഇവരൊന്നും സ്ത്രീകളല്ലേ, ഇവരൊന്നും കുട്ടികളല്ലേ, ഇപ്പം ഇവർക്കെതിരെ ഒന്നും എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദമുയർത്തുന്നില്ല? നിങ്ങൾ സ്ത്രീകൾക്കെതിരെ നിങ്ങൾ എന്തെങ്ങാണ്ടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കെതിരെ റീസെൻ്റായിട്ട് എന്തോ ഒരു കേസുകളാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്തേ ശബ്ദം ഉയർത്താത്തേ? എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു പുണ്ണാക്കം അറിയത്തില്ലെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാനേ ഉള്ളൂ. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. എന്നാലും സിനിമയാണ് രാഷ്ട്രീയമാണ് ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടും ഇഷ്ടമാണ്. രാഷ്ട്രീയം ഭയങ്കര ഇഷ്ടമാണ്, സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ തന്നെ 2 വേർഷനാണ് സിനിമ രാഷ്ട്രീയം. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരിയായ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ബുദ്ധിപരമായ അങ്ങനത്തെ ഒരു തോട്ടിൽ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് രാഷ്ട്രീയം. പക്ഷെ മറ്റേ ആ വ്യക്തിയെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ദ്രോഹിച്ചതെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് ഉത്തരം തരും? ഇല്ല, ഞാൻ ആരെയും ഒരു വ്യക്തി എന്നല്ല, ആരെയും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ ഗുണമുള്ളത്? ആരെങ്കിലും ദ്രോഹിച്ചിട്ട് ആ സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. ഞാൻ അങ്ങനെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ഒരിക്കലും ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. ഈ പണ്ട് മുതൽ ഈ ഒരുങ്ങി നടക്കാനാണോ ഇഷ്ടം? ഭയങ്കര അത് നിങ്ങൾ ദ്രോഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു? നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെ അങ്ങോട്ട് ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു? നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു, ആ വ്യക്തിയുടെ പേര് പറയാനോ ആ വ്യക്തിക്കെതിരെ ഇന്ന് വരെ ഒരു പരാതി പോലും കൊടുക്കാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ ആ വ്യക്തി പറയുന്ന ഒരു ഡയലോഗും പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ വ്യക്തിക്കെതിരെ ഒരു ആരോപണം അഴിച്ചു വിട്ട് അത് ഭയങ്കര ചർച്ചയാക്കാനെ കൊണ്ടുള്ള ഒരു പ്ലാനിങ് ആണ്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അതൊരു പ്ലാനിങ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പരാതിപ്പെടുമായിരുന്നു, ആ വ്യക്തിയുടെ പേര് പറയുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല? തെളിവുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തെളിവ് പോലും നിങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല, കാണിച്ചിട്ടില്ല, ഇല്ലേ? എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റേ സരിത ഉണ്ടല്ലോ, സരിത 2.0 ആണെന്ന് തോന്നുന്നു. എന്തായാലും സരിതയുടെ അവസ്ഥ നമ്മൾ കണ്ടല്ലോ, സരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതോ ഒരു പുള്ളിക്കാരിക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ പിടിച്ച് മാറാരോഗമൊക്കെ പിടിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുന്നൊരവസ്ഥയിൽ കിടക്കുവാണ് ഇപ്പം സരിത നായർ. ഇടയ്ക്ക് നമ്മൾ സരിതയുടെ വോയിസൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. എന്തായാലും ആ ഗതി വരാതിരിക്കാൻ യുവനടി പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയും. അപ്പോൾ ആ അമ്മയുടെ കണ്ണീരിൻ്റെയൊക്കെ ഒരുപാട് ശാപങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു ചിന്ത മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അതൊന്നും കിട്ടാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഇത്രയും ഒരു 5-6 മാസം പുള്ളിയെ ദ്രോഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റമാണ് പല ആളുകളും ദ്രോഹിച്ചിരുന്നത്. നിങ്ങൾ ഒരാൾ കാരണം, ഇല്ലേ, ഒരു യൂക്കേഴ്സ് എന്നുള്ളൊരു ഡയലോഗ് കാരണം നിങ്ങളത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. നിങ്ങളിനി എത്ര മെഴുകി മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ പോലും ആ ഇൻ്റർവ്യൂ കാണുന്ന ആളുകൾക്കറിയാം അത് വെൽ പ്ലാനഡ് ആയിട്ടുള്ള, പ്രിപ്പയർഡ് ആയിട്ടുള്ള, അതിനു വേണ്ടി മാത്രം, ആ ഒരു വാക്കിന് വേണ്ടി മാത്രമാണ് 1/2 മണിക്കൂറത്തെ ഇൻ്റർവ്യൂ എടുത്തു വെച്ചേക്കുന്നതെന്നെല്ലാം അത് കാണുന്ന ആളുകൾക്ക് അറിയാവുന്നേ ഉള്ളൂ. അവസാനം അത് കൊണ്ടിട്ടിട്ട് ഒരു വൈൻഡപ്പും ഉണ്ട്. എല്ലാ വിഷയങ്ങളെല്ലാം തീർന്നപ്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നൊരു രീതിയാണ് അതിനകത്ത് നമ്മൾ കണ്ടത്, അല്ലേ? ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഭരണം കിട്ടിയില്ലെങ്കിൽ വി.ഡി. സതീശൻ പാർട്ടിയിൽ നിന്ന് വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉറവാക്കായിരിക്കുമല്ലേ? വനവാസത്തിന് പോകുന്നതാണ് അദ്ദേഹം. അല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മാറ്റം ഉണ്ടാവില്ല അതിനകത്ത്. ഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, മാറി നിൽക്കും തന്നെ തോന്നുന്നു. അദ്ദേഹം അങ്ങനെ വെറുമാക്ക് പറയും എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തു, ഇനിയിപ്പോൾ വെറുമാക്കാക്കാനും പറ്റില്ല. പക്ഷെ അദ്ദേഹം അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നതിന്റെ കാരണം ഭരണം കിട്ടും എന്ന് തന്നെയാണ്. അതൊരു ഈ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നാറില്ല.
അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോ എല്ലാം ടീം UDF ജയിക്കും എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സംഭവിച്ചു. ലോക്സഭ അങ്ങനെ തന്നെ വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ LDF-ന്റെ കുത്തകയാണ്. അതൊന്നും തകർക്കാൻ പറ്റില്ല എന്നാണ് ഈവൻ ഞാൻ പോലും അങ്ങനെ വിചാരിച്ചത്. പക്ഷെ അത് തകർത്ത് അവർ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാ, നമ്മളെ പോലെ അല്ല. നമ്മളിപ്പോ കാണുന്നത് ഒരു നോർമൽ ഒരു മനുഷ്യന്റെ ചിന്തകളാണ്. അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനാണ്. അദ്ദേഹം അതിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പൊട്ടന്മാരല്ലല്ലോ. പൊട്ടന്മാരാണെന്നല്ല, അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒന്നും കാണാതെ വിളിച്ചു പറയുന്ന ഒരാളല്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് അപാര കഴിവുള്ള ആളാണ്. അതെനിക്കറിയാം. അതായത് ഇപ്പൊ പറവൂര് തന്നെ അദ്ദേഹം ഇലക്ഷന് അദ്ദേഹം ചെയ്തിരിക്കുന്ന മാതൃകകളാണ് ഇന്ന് പലരും കോൺഗ്രസിലെ പല സ്ഥാനാർത്ഥികളും എടുക്കുന്ന രീതി. അതായത് അത് ഞാൻ അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് ആദ്യം പറയാം. അതായത് അദ്ദേഹം ആദ്യം 1996 ആദ്യമായിട്ട് പറവൂര് മത്സരിക്കാനായിട്ട് വരുന്നത്. ആ പ്രാവശ്യം അദ്ദേഹം തോറ്റു, നിസാര വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പൊ സാധാരണ തോറ്റു കഴിയുമ്പോൾ ആളുകൾ അതങ്ങ് മടുത്തങ്ങ് പോകും, കാരണം ഒരു നാണക്കേടാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് ആ 5 വർഷവും അവിടെ തന്നെ നിന്ന്, പറവൂര് തന്നെ നിന്ന് പ്രവർത്തിച്ചു. എല്ലാ ആളുകളായിട്ട് ഇടപെട്ട് ഓരോ കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഇടപെട്ട് പ്രവർത്തിച്ചു. പിന്നെ 2001 ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു. അതിന്ന് പലരും ചെയ്യുന്നുണ്ട്. ആ രീതി ഇന്ന് പലരും പിന്തുടരുന്നില്ല. ഇല്ല, ഇപ്പൊ തന്നെ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം ഒക്കെ ഇങ്ങനെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 5 വർഷവും കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ, ഗണേഷ് കുമാറിന്റെ അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാതൃക ഇന്ന് പലരും മാതൃക സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താല്ലേ, VD സതീശന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാല് 100 നാവാണ്. ഏറ്റവും ഇസട്ട് കാര്യങ്ങൾ വരെയാണ് VD സതീശന്റെ കാര്യങ്ങൾ, ഏറ്റവും ഇസട്ട് കാര്യങ്ങൾ അറിയാം. നമ്മൾ കണ്ടതാണ് VD സതീശൻ. എനിക്ക് റിനിയും VD സതീശനുമായിട്ടുള്ള ഈ ഒരു അന്തർധാര എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം VD സതീശൻ റിനിയുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്നത് കണ്ടാണ്. സ്വന്തം മോളുടെ ബർത്ത്ഡേ പോലും ഞാൻ അതുപോലെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. റിനിയുടെ ബർത്ത്ഡേ അതുപോലെ എനിക്ക് അച്ഛനെ പോലെയാണ്, എനിക്കല്ലേ മകളെ പോലെയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലേ നമ്മൾ കണ്ടതാണ്. അതുപോലെ VD സതീശനോട് എനിക്കൊരു വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. രാഹുലിൻ്റെ വിഷയത്തിൽ അത് സത്യമാണോ, അതിനെന്തെങ്കിലും കഴമ്പുണ്ടോ ആ ഒരു ആരോപണത്തിൽ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് നോക്കാതെ 24 മണിക്കൂറിൽ അതിനെതിരെ ഒരു തീരുമാനമെടുത്ത് രാഹുലിനെ പുറത്താക്കാൻ കാണിച്ച ആ ഒരു നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് കാണിച്ചത്, അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങേയറ്റത്തെ തെണ്ടിത്തരമാണ് കാണിച്ചത്. ഈ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തായാലും അതിൻ്റെ പുറകിലുള്ളൊരു അന്തർധാര എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും VD സതീശൻ മത്സരിച്ചേക്കുന്ന ഇയർ വരെ എന്തൊക്കെയാണ് എനിക്കൊന്ന് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഓർമ്മ കാണത്തില്ല. ജനിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ പോലും ഇവിടെ റീനിക്ക് ഓർമ്മ കാണത്തില്ല. പക്ഷേ VD സതീശൻ മത്സരിച്ച ഇയർ വരെയാണ് പുള്ളിക്കാരി കാണാപ്പാടമാക്കി വെച്ചേക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നൊന്ന് തല പൊക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ തല പൊക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് യുവ നടിയെ എല്ലാവർക്കും വല്ലപ്പോഴൊക്കെ ഒന്ന് തെറി വിളിക്കാനൊക്കെ ഉള്ളൊരു അവസരങ്ങൾ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ പോയാൽ മതി കേട്ടോ, ആളുകളെ എയറിലോട്ട് കയറ്റി വിട്ടോളും. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.